ഉംറ വിസയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യയിലേക്ക് ഏത് എയർപോർട്ടിലും വന്നിറങ്ങാൻ സാധിക്കുമോ, കരമാർഗം വരാൻ സാധിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇപ്പം ഉംറ വിസ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, ഗ്രൂപ്പ് വിസകളാണോ ഇറങ്ങുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ആണ്. നവാസ് ഓഫീസാണ് റിയാദിൽ നിന്ന് 100 Days of Saudi ഇൻഫോടോക്സിൽ. ഉംറ വിസ ഗ്രൂപ്പ് വിസകളാണ് ഇപ്പം കൂടുതലായിട്ടും ഇഷ്യൂ ചെയ്യുന്നത്. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തുകൊണ്ട് മക്കത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടൽ ബുക്കിങ്ങും ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പം വിസ ഇഷ്യൂ ആവുന്നുള്ളൂ. ഗ്രൂപ്പ് വിസകളിലൂടെ മാത്രമാണ് ഇപ്പം കംപ്ലീറ്റ്ലി ഏജന്റ് ത്രൂ മാത്രമേ 90 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വിസ ഇറങ്ങുന്നുള്ളൂ. ഇത് കഴിഞ്ഞ ദിവസം റിയാദ് എയർപോർട്ടിലും ദമാം എയർപോർട്ടിലും ജിദ്ദ എയർപോർട്ടിലും ബഹ്റൈൻ കോസ്വേകളിലും ആളുകൾ സഞ്ചരിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല. പണ്ട് എങ്ങനെയാണോ യാത്ര ചെയ്തത് അതുപോലെ തന്നെയാണ് യാത്ര ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചുള്ളൂ. പാസ്പോർട്ടിന്റെ ക്ലിയർ ആയിട്ടുള്ള കോപ്പിയും ഫോട്ടോയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് എടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഉംറ വിസ എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ തരുന്ന ഈ ഒരു നമ്പറിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉംറ വിസ ലഭിക്കും. ഈ ഉംറ വിസ ലഭിച്ചാലും ഏത് ആളുകളുടെ അടുത്ത് നിന്നാണോ, ഏതൊരു കമ്പനിയിൽ നിന്നാണോ നിങ്ങൾ വിസ എടുത്തിട്ടുള്ളത് അവരായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്തം. നിങ്ങൾ തിരിച്ചു പോകുന്നതും വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും അവരായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ മക്കയിലുള്ള ഏതെങ്കിലും ട്രൂപ്പുകൾ വഴി വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും എല്ലാ ബസ്സുകളും കാര്യങ്ങളും ഉപയോഗിക്കാം. ഇൻഡിവിജ്വൽ ആയിട്ട് അപ്ലൈ ചെയ്ത് അല്ലാതെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും ഇതേപോലുള്ള ട്രൂപ്പുകളുടെ ബസ്സുകളോ കാര്യങ്ങളോ യൂസ് ചെയ്യാൻ പറ്റില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മക്കത്തുള്ളത് പലതും ഈ ഉംറയിൽ വരുന്ന ആളുകളുടെ പാക്കേജുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കണക്റ്റഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഫൈനുകളൊക്കെ വരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഉംറ വിസ എടുക്കുന്ന ആളുകൾ ഗ്രൂപ്പുകളിൽ നിന്നും എടുത്ത് സെപ്പറേറ്റ് ഇവിടെയൊക്കെ റിയാദിലൊക്കെ വന്ന് വരുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയിട്ടുള്ളതിലൊന്നും കയറരുത്. പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളതിലൊക്കെ കയറാം, അതിനൊന്നും കുഴപ്പമില്ല. ഫ്രീ ആയിട്ട് മക്കത്ത് ഒരുപാട് സർവീസസ് അവൈലബിൾ ആണ്. ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കറാമ അതാത് കമ്പനികൾക്ക് വരുന്നുണ്ട്. എൻ്റെ ഒരു ക്ലയൻറ്റിന് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും ഉംറ വിസ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ എന്നെ ഫോളോ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഉംറ വിസ എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജിൽ ഞാൻ അയച്ചു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.